9 വളവാണ് ചേർത്ത്. 1-ാം വളവ്, 2-ാം വളവ്, 3-ാം വളവ്, 4, 5 ഒന്നും പറഞ്ഞിട്ടില്ല. 6-ാം വളവ്. 6-ാം വളവിന്റെ പ്രത്യേകത എന്താ? 6-ാം വളവിൽ വെച്ച് ഒരു വാഹനത്തിന്റെ ബ്രേക്ക് പോയാൽ അത് നേരെ ആ ചുരത്തിൽ നിന്ന് കുഴിയിലേക്ക് കൂപ്പുകുത്തിയാൽ ഏതാണ്ട് തടഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോഴേക്ക് വണ്ടി മുഴുവനും പോയിട്ടുണ്ടാകും. വണ്ടിയിലെ ആളുകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ പൊടിഞ്ഞ് തവിടമായിട്ടുണ്ടാകും. അത്രക്കും കുഴിയായ, പേടിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആ ചുരത്തിന്റെ 6-ാം വളവ്. അവിടേക്ക് വരാനാ പറഞ്ഞത് കുഞ്ഞീദ് മദനി. എന്നിട്ടോ അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതാ, 6-ാം വളവിൽ നജീബ് എന്ന പേരുള്ള ഒരു സഹോദരൻ വാഹനം ഓടിക്കുന്നു. നജീബ് എന്ന് പറഞ്ഞ എന്തിനാ? ഒരു മുസ്ലിമായ മനുഷ്യൻ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ നജീബ് എന്ന സഹോദരന്റെ വാഹനത്തിന്റെ ബ്രേക്ക് പോകുന്നു. എന്താണ് അവിടുത്തെ അവസ്ഥ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വല്ലാത്ത ഒരവസ്ഥയാണ്, വല്ലാത്ത ഒരു സമയമാണ്. ആരെ വിളിച്ചാലാണോ രക്ഷപ്പെടാൻ കഴിയുക? കഴിയുന്നവരെ മുഴുവനും വിളിച്ചു പോകുന്ന രംഗമാണ് ആ സമയം. ആ സമയത്താണ് നജീബിന്റെ വിളി, യാ അല്ലാഹ്, യാ അല്ലാഹ്. ആ സമയത്ത് നജീബ് വിളിച്ചാൽ അത് തൗഹീദാണ്. യാ സഹാബുൽ ബദരീങ്ങളെ, എന്നാണോ ആ സമയത്ത് നജീബ് വിളിച്ചത് എങ്കിൽ ശിർക്കുമാണ്. നല്ലൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ വിളി എന്ന ഈ കർമ്മം പരമമായ താഴ്മയിൽ എത്തണമെങ്കിൽ അങ്ങനത്തെ ഒരവസ്ഥയിലുള്ള വിളിയാവണം. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, കണ്ടവര് കൈപൊക്കണം. ഗുജറാത്ത് കലാപം നടക്കുമ്പോഴേ പത്രമാധ്യമങ്ങളാവട്ടെ, ഇനി ഏത് സീരിയലുകൾ എന്തോ ആവട്ടെ, എല്ലാ പത്രങ്ങളും സംപ്രേഷണം ചെയ്ത ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഒരു മനുഷ്യൻ. നിങ്ങളാരോ കണ്ടിരുന്നോ? ഇങ്ങനെ നിൽക്കുന്നു ശത്രുക്കൾക്ക് മുമ്പിൽ. എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് മുമ്പിൽ പരമമായ താഴ്മ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു മുസ്ലിം സഹോദരന്റെ ഫോട്ടോ നിങ്ങളാരോ കണ്ടിരുന്നോ? കണ്ടവരൊക്കെ ഒന്ന് കൈവയ്ക്കുന്ന ഒരാവശ്യത്തിന് വേണ്ടിയില്ല. അപ്പൊ ഒരുപാട് ആളുകൾ ഈ സദസ്സ് കണ്ടിട്ടുണ്ട്. പിറ്റേന്ന് ഏതെങ്കിലും പത്രങ്ങൾ എഴുതിയോ ആ മനുഷ്യൻ ചെയ്തത് ശിർക്കാണ്? നിങ്ങളത് വായിച്ചോ? ആ മനുഷ്യൻ, മുസ്ലിമായ ആ സഹോദരൻ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് ആ ചെയ്ത താഴ്മ ശിർക്കാണെങ്കിൽ പിന്നെ മുസ്ലിമായിട്ട് ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ഓനും ശിർക്ക് ചെയ്തു, മറ്റൊരു കൊടുത്ത് അവനും കൂടി എന്നല്ല ഇതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ ഇവിടേക്ക് തന്നെ വരി. ഈ 6-ാം വളവിൽ നജീബ് എന്ന സഹോദരന്റെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ ബ്രേക്ക് പോകുന്നു. ആ സമയത്ത് ആ മനുഷ്യന്റെ മനസ്സൊന്ന് നോക്കി നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, മരണത്തിലേക്ക് കൂപ്പിടാൻ പോവുകയാ, എന്റെ വാഹനം നശിക്കാൻ പോവുകയാ, എന്റെ ജീവിതം തന്നെ നശിക്കാൻ പോവുകയാ. ആ സമയത്ത് അല്ലാഹുവേ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ തൗഹീദാണ്. ആ സമയത്ത് ബദരീകളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. ഒരു ഉദാഹരണം പറഞ്ഞതാണ് കുഞ്ഞീദ് മദനി അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ. ഞാനൊന്ന് ചോദിക്കട്ടെ, 6-ാം വളവാണ് നിൽക്കട്ടെ, 1-ാം വളവെന്ന് ബ്രേക്ക് പോയി. 1-ാം വളവെന്ന് പോട്ടെ, ആരിക്കാട് ഈ കുമ്പോരിൽ നിന്ന് പോകുന്ന ഇവിടേക്ക് പോകുന്ന റോഡിൽ വെച്ച് ഒരു ബസിന്റെ ബ്രേക്ക് പോയി, അല്ലെ കാറിന്റെ ബ്രേക്ക് പോയി. ഒരു പ്രശ്നമല്ല, കൊല്ലിയിലേക്ക് പോകൂല, മരത്തിന് തട്ടാനില്ല. ബ്രേക്ക് പോയപ്പം യാ അല്ലാഹ് വിളിച്ചു, അത് തൗഹീദാകോ? അല്ലേ? അക്സയാകപ്പെടാ പരമമായ താഴ്മയാകട്ടെ. വിളിയാണെങ്കിലും പ്രാർത്ഥന എന്നൊക്കെ പറയാൻ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അർത്ഥിക്കുക, അർത്ഥന, സഹായാർത്ഥനായാലും പ്രാർത്ഥനയായാലും ഒക്കെ ഈ പേര് കൊണ്ടല്ല തൗഹീദും ശിർക്കും തീരുമാനിക്കുന്നത്.
പേര് കൊണ്ടല്ല, ഈ വിളിക്കുന്ന വ്യക്തി വിളിക്കപ്പെടുന്ന ശക്തിയിൽ എന്താണോ ഈ മനുഷ്യന്റെ വിശ്വാസം, അതാണ് ശിർക്കും തൗഹീദുമാക്കുന്നത്. അഖ്സാവായ എന്ന് പറഞ്ഞാൽ എന്താ? പരമമായ വണക്കം, പരമമായ താഴ്മ. എപ്പോഴുണ്ടാകുക? അത് മനുഷ്യന്റെ വിശ്വാസമാണ്. നോക്കുക, നിങ്ങൾ നോക്കി വളരെ ലളിതമായിട്ട് വിശദീകരിക്കുകയും ലളിതമായി മനസ്സിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന നിലക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്ന വിശ്വാസത്തിലേക്ക് നോക്കിയിട്ടാണ് തൗഹീദാണോ ശിർക്കാണോ. നിങ്ങൾ ഇപ്പൊ ഹജ്ജിന് പോയി വന്നവർ, വളരെ മഹത്തായ ഉദാഹരണം. ഹജ്ജിന് പോയി വന്നവർ അവിടെ പോയിട്ട് എന്തേ ചെയ്തത്? കല്ലുകൊണ്ട് നിർമ്മിച്ച കഅബ എന്ന് പേരുള്ള ആ മഹത്തായ ഗേഹത്തിന്റെ ചുറ്റുഭാഗത്തിലൂടെ ഒരു മുസ്ലിമായ മനുഷ്യൻ പ്രദക്ഷിണം ചെയ്തു. ഇല്ലേ? പോയിട്ട് ചെയ്തില്ലേ? ഹജ്ജിന്റെ തവാഫ് 7 ചെയ്തു, മറ്റു തവാഫുകൾ ചെയ്തു. ആ കല്ലുകൊണ്ട് നിർമ്മിച്ച കഅബ എന്ന മഹത്തായ ആ വീടിന്റെ ചുറ്റുഭാഗത്ത് ഒരു മനുഷ്യൻ പ്രദക്ഷിണം ചെയ്യുന്നു, ചുറ്റും. ഇല്ലേ? ഈ കാലം വരെ ആരെങ്കിലും പറഞ്ഞോ ആ ചുറ്റൽ ശിർക്കാണ് എന്ന്? ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന ഒരു ഹൈന്ദവ സുഹൃത്ത് ആ അമ്പലത്തിനെ പ്രദക്ഷിണം ചെയ്യുന്നു. അത് തൗഹീദാണ് എന്നാരും പറഞ്ഞിട്ടില്ല, ശിർക്കാന്നാ പറഞ്ഞത്. നോക്കി നിങ്ങൾ, കഅബയുടെ പ്രദക്ഷിണം കഴിഞ്ഞാൽ കഅബയുടെ ഒരു മൂലയിൽ സ്ഥാപിച്ച കല്ലിന്റെ അടുത്ത് പോയി മുസ്ലിമായ മനുഷ്യൻ ആ കല്ലിനെ ചുംബിക്കുന്നു, ആ കല്ലിൽ നെറ്റിവെക്കുന്നു. ഈ കാലത്തിനിടയിൽ ആരെങ്കിലും പറഞ്ഞോ അത് ശിർക്കാണ്? പറഞ്ഞോ? ഒരമുസ്ലിമായ മനുഷ്യൻ ഗുരുവായൂരിൽ ചെന്ന് ആ അമ്പലത്തിനെ പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞു. ആ അമ്പലത്തിന്റെ ഒരു ഭാഗത്ത് കൊത്തിവെച്ച ദൈവത്തിന്റെ അടുത്ത് പോയി ആ ദൈവത്തിനെ തൊട്ടുമുട്ടുകയോ അതിന്റെ മേൽ നെറ്റിവെക്കുകയോ അതിന്റെ മേൽ സുജൂദ് ചെയ്യുകയോ ചെയ്തപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു അത് ശിർക്കാണ്. എന്തേ കാരണം? കഅബയും കല്ലുകൊണ്ട് നിർമ്മിച്ചത്, അമ്പലവും കല്ലുകൊണ്ട് നിർമ്മിച്ചത്. ഇവരെ ദൈവത്തിനെയും കല്ലുകൊണ്ട് നിർമ്മിച്ചത്, ഹജറുൽ അസ്വദും ഒരു കല്ല്. എന്തേ? അവിടെ സുജൂദ് ചെയ്തു, അവിടെ നെറ്റിവെച്ചപ്പോ ശിർക്കായില്ല, ഇവിടെ നെറ്റിവെച്ചപ്പോ ശിർക്കായി. എന്തേ വ്യത്യാസം? എന്തേ വ്യത്യാസം? അപ്പൊ ഒരു പ്രവർത്തനം കൊണ്ട് അത് ശിർക്കാണോ തൗഹീദാണോ എന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഈ കർമ്മം ചെയ്യുന്ന വ്യക്തി ഏത് ശക്തിയുടെ മുമ്പിലാണോ ചെയ്യുന്നത്, ഈ വ്യക്തിക്ക് ആ ശക്തിയിലുള്ള വിശ്വാസം എന്താണോ അതനുസരിച്ചാണ് ശിർക്കും തൗഹീദും വേർതിരിക്കുക എന്ന് മനസ്സിലാവാൻ ഈ ഒരൊറ്റ ഉദാഹരണം മതി. അല്ലാഹു നാഫിയായി തരട്ടെ. ഇതേ വ്യത്യാസമേ ഉള്ളൂ. ബദരീങ്ങളെ കാക്കണേ എന്നൊരാൾ പറയുന്നു, ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുന്നു. ഇത് രണ്ടും ഒരുപോലെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ നോക്കി, ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്ന മനുഷ്യന്റെ മനസ്സിലുള്ള വിശ്വാസമാണോ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിലുള്ളത്? നിങ്ങൾ ആലോചിക്കുക. ഈ കൂട്ടത്തിൽ ഇസ്തിഗാസ ചെയ്യുന്ന, അല്ലെങ്കിൽ ബദരീങ്ങളെ വിളിക്കുന്ന, വിളിക്കുന്ന, മാലിക് ദീനാർ വിളിക്കുന്ന ആരെങ്കിലും ഒന്ന് ഇബാദത്തിന് അർഹനായവരാണ്, അവർ ദൈവങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? എങ്കിൽ അവരിതുവരെ ചെയ്തത് അബദ്ധമാണ്, ശിർക്കാണ്. അവരിനി സുന്നിയാവാൻ വേണ്ടിയില്ല, അവരിനി യഥാർത്ഥ തൗഹീദിലേക്ക് വരണമെങ്കിൽ തൗബ ചെയ്ത് മടങ്ങുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യണം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വളരെ ഗൗരവമായിട്ട് ഈ വാക്ക് ശ്രദ്ധിക്കണം. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഇതിൽ ശിർക്ക് ആരോപിക്കുന്നവർ, അള്ളാഹുവിന്റെ ഹബീബ റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് ദോഷം പൊറുക്കണേ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുഹീദ്ദീൻ ശൈഖെ കാക്കണേ
എന്ന് പറയുന്നവർ ആ വാക്ക് അത് അവരോടുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന അത് ഇബാദത്താണ്, അതുകൊണ്ട് ഇത് ശിർക്കാണ് എന്ന് പറയുന്നവർ. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ നിങ്ങൾ അറിയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി, ഇത് ആത്മാർത്ഥമായിട്ടാണോ അല്ലേ ഇത് പറയുന്നത്? ആത്മാർത്ഥമായിട്ട് പറയാണോ അല്ലെ എന്തോ മനസ്സിലാക്കിയിട്ട് പറയേ? എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഒരേ വാക്കിന്റെ പേര് കൊണ്ടല്ല, അത് പ്രാർത്ഥനയോ സഹായാർത്ഥനയോ എന്തോ ആവട്ടെ, പേര് കൊണ്ടല്ല ശിർക്കും തൗഹീദുമാകുന്നത്. ആ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യന്റെ മനസ്സിലുള്ള വിശ്വാസം, ആരെ വിളിക്കുന്നോ ആ ശക്തിയിൽ ഇവനുള്ള വിശ്വാസം എന്താ? ബദരീങ്ങളെ വിളിക്കുമ്പോൾ സുന്നികളുടെ വിശ്വാസം അവർ മഹാന്മാരാണ്, അവരല്ലാഹുവിന്റെ ദീനിനെ ഇവിടെ വളർത്തിയവരാണ്, അവരല്ലാഹുവിന്റെ ഔലിയാക്കളാണ് റളിയല്ലാഹു അൻഹും. അല്ലാഹു അവരെ തൊട്ട് തൃപ്തരാണ്, അവരല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളവരാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് കറാമത്ത് അല്ലാഹു നൽകുന്നതാണ്. ഈ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ സഹായിക്കുമെന്ന വിശ്വാസമല്ലാതെ ഈ ബദരീങ്ങൾ ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് വരെ ഒരു സുന്നിയും അവരെ വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളെ പൊക്കി. ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത കാലത്തൊക്കെ ഇവിടുന്ന് മുജാഹിദായ ആളുകൾ ഉണ്ടാവും, അവരോട് നിങ്ങളൊന്ന് ചോദിക്കും, അവരിപ്പോ എന്തായി? നമ്മൾ ചെയ്തതൊക്കെ ശിർക്കായതുകൊണ്ട് യഥാർത്ഥ തൗഹീദിലേക്ക് തിരിച്ചു പോയവർ, അങ്ങനല്ലേ പറയുന്നത്? ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിക്കണം. ഇവിടെ ഉണ്ടോ? ഞാൻ തന്നെ ചോദിച്ചോളാം. യഥാർത്ഥ തൗഹീദിലേക്ക്, ശിർക്ക് ചെയ്ത ഒരാൾ തൗഹീദിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അല്ലാഹുവേ ഞാൻ ചെയ്തതൊക്കെ പൊറുക്കണേ, ചെയ്തു പോയി റബ്ബേ എന്ന് പറഞ്ഞാൽ തൗഹീദിലേക്ക് തിരിച്ചെത്തൂല. പിന്നെ എന്ത് ചെയ്യണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ തൗഹീദിന്റെ രണ്ട് കലിമ ഉച്ചരിച്ചുകൊണ്ട് തൗഹീദിലേക്ക് വരണം. അങ്ങനെ അവർ ഈ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പോയി ആ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ചെന്നപ്പോൾ അവർ ഷഹാദത്ത് കലിമ ചൊല്ലിയോ ഇല്ലേ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു. ചൊല്ലിയിട്ടില്ലെങ്കിൽ അവരെ തൗബ സഹീഹാണോ അല്ലേ? ഇപ്പോഴും അവർ ആ ശിർക്കിൽ തന്നെയല്ലേ ഉള്ളത്? വിശ്വാസം മാത്രം മാറ്റിയാൽ മതിയോ? തൗഹീദിന്റെ കലിമ ചെല്ലണ്ടേ? അതൊന്നും ചെല്ലണം എന്നില്ല എന്നാണോ? എങ്കിൽ നമ്മൾ ശിർക്കല്ലാന്നയില്ലേ? ശിർക്കാണെങ്കിൽ ചെല്ലണം എന്ന് ഉറപ്പല്ലേ? ഇസ്ലാം എന്ന് പുറത്തു പോയ ഒരാൾ, മുർത്തദായ ആളാണെങ്കിലും അല്ല ഇസ്ലാമിലാതെ പുറത്തുള്ള ആളാണെങ്കിലും ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ തൗഹീദിന്റെ കലിമ ചെല്ലൽ നിർബന്ധമല്ലേ? അവർ ചൊല്ലിയോ ഇല്ലേ? ഒന്നാലോചിക്കും. ഞാനിത് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ടാണോ ഇത് പറയുന്നത് അല്ലേ എന്നറിയാം. നമ്മൾ ചെയ്യുന്നത് ശിർക്കാണെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് പറയല്ല. എന്നാൽ അങ്ങനെ ചെയ്തവരോ വിശ്വസിച്ചവരോ ആയ ഒരാൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, മറ്റൊരു തൗഹീദിന്റെ പ്രസ്ഥാനത്തിൽ അവർ ചേർന്നിട്ടുണ്ടെങ്കിൽ ഷഹാദത്ത് കലിമ ചെല്ലാതെ തൗഹീദിലേക്ക് കടക്കൂല. കടക്കുന്നൊരു വകുപ്പുണ്ടോ? പറയട്ടെ. ഒന്നുകിൽ അവർ ചെല്ലിയിട്ടുണ്ടാവണം. ഉണ്ടായാൽ അങ്ങനെ ഞങ്ങൾ ചെല്ലിയിട്ടുണ്ട് അങ്ങനെ എങ്കിൽ ഈ ചെല്ല് തൗഹീദിന്റെ ഭാഗത്ത് ഇപ്പം നിൽക്കുന്ന ആളുകളുടെ ഭാര്യമാര് ചൊല്ലിയിട്ടുണ്ടോ? പഠിക്കണം. ചൊല്ലിയിട്ടില്ല എന്താവും? വിവാഹം എടുക്കൂല. ഈ കലിമ ചൊല്ല് ആ തൗഹീദിലേക്ക് ചേരാത്ത വാപ്പന്റെ സമ്പത്ത് മരിച്ചുപോയാൽ ഈ മകന് കിട്ടൂല, ഈ മകൻ മരിച്ചാൽ വാപ്പക്കും കിട്ടൂല. അതിന് റെഡിയാണോ? അത് സത്യമാണോ? അങ്ങനെയാണോ നിങ്ങളുടെ വിശ്വാസം? ഇല്ലെങ്കിൽ ഈ പാവപ്പെട്ട ഈ സമുദായത്തിന് എന്തിനാണ് വെറുതെ ശിർക്ക് ആരോപിച്ച് നിങ്ങൾ മുശ്രിക്കാവാൻ നിൽക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇല്ലാത്ത ഒരാളുടെ മേൽ ശിർക്ക് ആരോപിച്ചാൽ ഒരാളിൽ അത് ചെന്ന് ചേരേണ്ടി വരും. എന്നെ കുറിച്ച് മുശ്രിക്ക് എന്നൊരാൾ പറഞ്ഞാൽ ഞാൻ മുശ്രിക്ക് അല്ലെങ്കിൽ പറഞ്ഞ ആള് മുശ്രിക്കായി പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
അതുകൊണ്ടാണ് ഇവിടെ കൂടിയ സഹോദരന്മാരോട് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ശിർക്ക് ചെയ്യരുതെന്ന് മാത്രമല്ല, ഒരാളിൽ നാം ശിർക്ക് ആരോപിക്കുകയും ചെയ്യരുത്. നമ്മളെ വിജയത്തിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വിജയത്തിന് വേണ്ടി ഒരാളിലും ഇനിമേൽ നാം ശിർക്ക് ആരോപിക്കരുത്. ആരോ എന്തോ ചെയ്യും. ഒരാളെ പേര് കേട്ടാൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ചെല്ലണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചവരെ മേൽ ഇബ്ലീസിന്റെ പേര് കേട്ടാ ചെല്ല, അബൂജഹലിന്റെ പേര് കേട്ടാ ചെല്ല. ഫിർഔൻ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഫിർഔനാണ് അബൂജഹൽ എന്ന് ഹബീബായ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. വേറൊരാളെ പേര് കേട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഒരാളെ ലഅനത്തുല്ലാഹി പോലും ചെല്ലാൻ പാടില്ല. എന്തേ? ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിന് വലിയ സ്ഥാനമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം അത്. അപ്പൊ ചുരുക്കത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരു ഭാഷ ഞാൻ ഉപയോഗിക്കുന്നു. എന്തേ മനസ്സിലാവുന്ന? ബദരീങ്ങളെ കാക്കണേ എന്ന് ബദരീങ്ങളെ നമ്മൾ വിളിക്കുന്നു. മഹീദ്ദീൻ ശൈഖെ കാക്കണേ എന്ന് വിളിക്കുന്നു. ഒരു പോലീസുകാരൻ ഒരാളെ പിടിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരു ശത്രു ഒരാളെ പിടിച്ചു കൊണ്ടുപോയി തോക്ക് ചൂണ്ടിയിട്ട് അവനെ കൊല്ലാനുള്ള ആ തോക്കിന്റെ വലിക്കേണ്ട താമസം അവന്റെ ശരീരത്തിലേക്ക് തോക്കിന്റെ ഉണ്ടകൾ നുഴഞ്ഞു കയറാൽ അടുത്തായ സമയത്ത് രക്ഷിക്കണേ എന്ന് പരമമായ താഴ്മയോടുകൂടി ഒരു മനുഷ്യൻ ആ പോലീസുകാരനോട്, അല്ലെ പട്ടാളക്കാരനോട്, അല്ലെ ശത്രുവിനോട് കേണപേക്ഷിച്ചാൽ അത് ശിർക്കാകുമെന്ന് ഇന്ന് വരെ ഒരാൾ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശിർക്ക് എപ്പോഴാണ് തൗഹീദാവുക, ശിർക്കാവുക? 6-ാം വളവിലേക്കോ 7-ാം വളവിലേക്കോ ഒന്നും പോവേണ്ടതില്ല. ശിർക്കിനും തൗഹീദിനും 1-ാം വളവെന്ന് വിളിച്ചാൽ മതി. 1-ാം വളവിൽ നിന്ന് ഈ നജീബ് എന്ന സഹോദരൻ ഓടിക്കുന്ന വാഹനത്തിന്റെ ബ്രേക്ക് പോയപ്പോൾ 1-ാം വളവിൽ നിന്ന് നജീബ് എന്ന സഹോദരൻ ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിച്ചു. നജീബ് എന്ന പേരുള്ള സഹോദരനായതുകൊണ്ട്, നമ്മളെപ്പോലുള്ള ഒരു സുഹൃത്തായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ബദരീങ്ങൾ ദൈവങ്ങളാണെന്നോ ഇലാഹുകളാണെന്നോ സ്വയം പര്യാപ്തരാണെന്നോ വിശ്വാസമില്ലാതെ അവർ അള്ളാഹുവിന്റെ ഇഷ്ടദാസരാണ്. അള്ളാഹു അവർക്ക് കൊടുക്കുന്ന കഴിവ് കറാമത്തിലൂടെ അവർക്ക് സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് വിളിച്ചത് എങ്കിൽ അത് ശിർക്കല്ല. അല്ല, അതിനവർക്ക് കഴിയും, സ്വയം പര്യാപ്തമാണ് എന്ന് മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചതുപോലെ. അങ്ങനെയാണല്ലോ ഇമാം റാസി പറഞ്ഞത്. ഇമാം റാസി മക്ക മുശ്രിക്കീങ്ങളെ പറ്റി പറഞ്ഞത് എങ്ങനെ? തിൽക്കൽ അസ്നാ തിൽക സിഫാത്ത് അല്ലതി തഖയ്യറുഹാ ഫിൽ അസ്നാം. അവർ മുമ്പിൽ നിൽക്കുന്ന ആ ബിംബങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ആ ബിംബങ്ങൾ അന്നഹാ തദുറു വതഖഉ വതസ്ഫഉ ബിഗൈരി ഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ സഹായമില്ലാതെ, അല്ലാഹു ഇല്ലാതെ സ്വയമായി അവർക്ക് തൻഫഉ വതദുറു, ഉപകാരം ചെയ്യാൻ ഉപദ്രവം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചവരാണ് അവർ. അതുകൊണ്ടാണ് അവർ മുശ്രിക്കീങ്ങളായത്. നിങ്ങൾക്കാർക്കും അങ്ങനെ വിശ്വാസമുണ്ടോ? നമ്മളെ വിശ്വാസം എന്താ? വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ. വല്ലാഹു ഖലഖകും, അല്ലാഹു ആണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളെ മാത്രമല്ല, വമാ തഅമലൂൻ, നിങ്ങളെ പ്രവർത്തനങ്ങളും സൃഷ്ടിച്ചത് അല്ലാഹു മാത്രമാണ്, അല്ലാഹു തന്നെയാണ്. നമ്മളെ പ്രവർത്തനവും, ഞാനിപ്പോഴൊന്ന് കൈ ഇങ്ങനെ അനക്കണമെങ്കിൽ ആ സമയത്ത് അള്ളാഹു അത് സൃഷ്ടിക്കണം. നിങ്ങൾ എന്തേ മനസ്സിലാക്കിയത്? തൗഹീദ് മനസ്സിലാക്കുമ്പം നമ്മൾ ശരിക്കും പഠിക്കണത് എന്തേന്ന് നിങ്ങൾ നോക്കൂ. മാദാലിക ഇല്ലാ ബിമാ ഫീഹി ഫഇന്നഹു ഹുവല്ലദീ ഖലഖ വഹുവല്ലദീ റസഖ വഹുവല്ലദീ ഖുദ്റത്താണ്, ആ ഇറാദത്താണ്, ആ ഇൽമാണ്, അതാണ് അല്ലാഹുവിൻ്റെത്. മനുഷ്യന്റെ അങ്ങനല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ റഅഫത്ത്, അതൊക്കെ അല്ലാഹുവിൽ നിന്ന് കിട്ടുന്നതാണ്. അല്ലാഹുവിന്റെതോ എവിടെ നിന്ന് കിട്ടുന്നല്ല, അല്ലാഹുവിന്റെ സ്വയമാണ്. അതാണ് സൃഷ്ടികളും അല്ലാഹുവും തമ്മിലുള്ള സിഫാത്തുകളുടെ വ്യത്യാസം. നിങ്ങൾ നോക്കി,
നിങ്ങൾ നോക്കി, അല്ലാഹു വലിയുല്ലദീന ആമനു, സൂറത്തുൽ ബഖറയുടെ ലാസ്റ്റ്, അല്ലാഹു വലിയുല്ലദീന ആമനു, സത്യവിശ്വാസികളുടെ വലിയ അല്ലാഹുവാണ്. ആയത്തിലുള്ളതാണ്. മറ്റൊരായത്തിൽ ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു, നിങ്ങളുടെ വലിയ അല്ലാഹുവാണ്, വറസൂലുഹു, അവന്റെ റസൂലും ആണ്. സൂറത്തുൽ മാഇദയുടെ 55-ാമത്തെ ആയത്ത് എന്തേ പറഞ്ഞത്? ഇന്നമാ വലിയുക്കും, നിങ്ങളുടെ വലിയ അല്ലാഹു, അല്ലാഹുവാണ്, വറസൂലുഹു, അവന്റെ റസൂലുമാണ്. വലിയ എന്ന് അല്ലാഹും പറഞ്ഞു, റസൂലിനും പറഞ്ഞു. അല്ലാഹുവിന്റെ അതേ സിഫത്ത് റസൂലുള്ളാഹിക്ക് പറഞ്ഞപ്പോഴേ അല്ലാഹുവിന്റെ സിഫത്തിൽ കൂറുകാരെ ഉണ്ടാക്കിയത് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇത് ശിർക്ക് ആരോപിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാടുണ്ട്, അങ്ങനെ ഒരുപാട്. പരിശുദ്ധ ഖുർആൻ നോക്കി, യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ الذുകൂർ ഔ യുസവ്വിജുഹും ذുക്റാനൻ വഇനാസ. ഒരായത്താണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറയുടെ 49-ാമത്തെ ആയത്ത്. എന്തായാലും പറഞ്ഞത്? യഹബു, അല്ലാഹു നൽകും, ലിമൻ യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക്, ഇനാസൻ, പെൺകുട്ടികളെ മാത്രം കൊടുക്കും. വയഹബു ലിമൻ യശാഉ الذുകൂർ, അവൻ ഉദ്ദേശിച്ചവർക്ക് ആൺകുട്ടികളെ മാത്രം കൊടുക്കും. ചിലർക്ക് അല്ലാഹു ആണിനെയും പെണ്ണിനെയും കൊടുക്കും. ചിലരെ അല്ലാഹു ജഅലഹു അഖീമാ, ഒരു മക്കളും ഉണ്ടാവാത്ത മറുപടിയാക്കും. മക്കളല്ലേ? ആര് കൊടുക്കുന്ന പറഞ്ഞ? യഹബു, അല്ലാഹു നൽകുന്ന പറഞ്ഞത്. അല്ലാഹുവാണ് നമുക്ക് മക്കളെ നൽകുന്നവൻ, അല്ലാഹുവാണ് സന്താന ഭാഗ്യം നൽകുന്നവൻ, അല്ലാഹുവാണ് നൽകാതിരിക്കുന്നവൻ. ഇല്ലാത്തവർക്കൊക്കെ അല്ലാഹു കൊടുക്കട്ടെ. എന്നാൽ നോക്കി, മറിയം ബീവി റളിയല്ലാഹു അൻഹായുടെ